യോഹന്നാൻ 4:4 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയുന്നില്ലേ, നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. എന്ന് വെച്ചാൽ ഇത് മറ്റൊരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെ നിന്റെ പുറത്ത് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന പിശാചിനേക്കാൾ ശക്തൻ നിന്റെ ഉള്ളിലുള്ള കർത്താവാണ്. പക്ഷേ ഈശോയുടെ കുഞ്ഞുങ്ങൾ ഇത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഈശോയുടെ സ്നേഹത്തോടെ എന്ന് മനസ്സിലാക്കിയേ. നിന്റെ പുറത്ത് നിന്ന്, ഇല്ലെങ്കിൽ നിന്റെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഒരുപാട് പേര് നിന്നെ ഇങ്ങനെ തകർത്ത് കളയാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിന്റെ ശക്തി കെടുത്തി കളഞ്ഞിട്ടുണ്ട്, നിന്നെ കളിയാക്കി ഇല്ലാണ്ടാക്കി ഒരു പഞ്ചർ അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തിന്റെ കാറ്റടിച്ച് നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വണ്ടി പിന്നെ ഓടും, ഈ വണ്ടി ഇനിയും മുമ്പോട്ട് പോകും. ഈ വണ്ടി നിയന്ത്രിക്കുന്ന കർത്താവാണ്. ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു കളിയാക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ടെൽ യു, ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈശോയ്ക്ക് നീ ഇപ്പോഴും ബഹുമാന്യനും പ്രിയങ്കരിയും ഒത്തിരി വിലയുള്ള ഒരു കുഞ്ഞുമാണ്. ആ വില ആർക്കും എടുത്തു കളയാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ നിന്ന് നീ ആ വില എടുത്ത് കളയരുത്. ഒരു വില തന്നില്ലെങ്കിലും ഈശോ തന്ന വിലയുണ്ട്. ആ വിലയിൽ യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങ്. എന്നാലേ നിനക്ക് ലോകത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും മുകളിലായിട്ട് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈശോയുടെ പ്രിയപ്പെട്ട ദാനിയേലേ എന്ന് നമ്മളെ വിളിക്കാൻ, നമ്മുടെ പേര് ചൊല്ലി ഈശോ വിളിക്കുന്നത് കേൾക്കാൻ ഇടയാവട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.